ഐ.വി. ശശിയുടെ കഴിഞ്ഞ കുറേ പടങ്ങൾ എല്ലാം ആയിലാണ്. അപ്പോൾ ഇതാ ഇവിടെ വരെ മാറ്റി നമുക്ക് അതാ അവിടെ വരെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ശശിങ്ങൾ പറഞ്ഞത് ഇതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ പപ്പന അവിടെ ഇരുന്ന് ഒരു വലിയ ജഗ് ഒരു കുട്ടി വെള്ളം എടുത്തൊരൊറ്റ അടി കഴിച്ച് ആർക്കാണ് ഇവിടെ അതാ ഇവിടെ വരെ. പിന്നെ ഞാൻ പോകുന്ന ഈ തൂവാന തമ്പിയുള്ള അച്ഛൻ ക്ഷണിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് വടക്കുന്നാഥൻ്റെ ഒരു പടിഞ്ഞാറ് നടയിനൊറ്റ വെച്ചിട്ടാണ് ഇങ്ങനെ എനിക്കൊന്നും മോഹൻലാലും പാർവതിയും ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. കാമുക മുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ് സോളമൻ. അതിമനോഹരമാണ്. അതിൻ്റെ അച്ഛൻ പറയുന്ന അതേ മോഡുലേഷനിലാണ് ആ വരികൾ. എനിക്കൊന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ലാലേട്ടൻ മനസ്സിലോട്ടങ്ങ് എടുക്കുന്നതായിരിക്കാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. ജഗതി N.K. ആചാരി പ്രോമിനൻ്റ് ആയിട്ട് ചെയ്ത ഏക പടം ദേശാടന കിളികരയാണ്. അത് അതിൻ്റെ അകത്ത് ഒരു റിട്ടയർഡ് ഒരു ആർമി ഓഫീസർ ക്യാരക്ടറുണ്ട്. എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട്. വീട്ടുതടങ്കലിലായിരുന്നു 4 വർഷം. നമ്മൾ പിടിച്ചു നിന്നു. അതൊക്കെയാണ് നമ്മൾ സമ്മതിച്ചു പോകുന്നത്. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. 4 വർഷമൊക്കെ വീട്ടിൽ ഇവിടെ പിടിച്ചിരുന്നു. മനസ്സ് മാറ്റാൻ വേണ്ടി കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകുന്നു, ജോലി കളയിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മൂമ്മയുടെ കത്തുകളാണ് അമ്മയ്ക്ക് ആശ്വാസം. അച്ഛൻ പോയത് പുകവലി കാരണമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ്. കാരണം അച്ഛൻ ഒരു മദ്യപിച്ച, ഞാൻ ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ മരണത്തിന് കുറച്ച് ഒരു 6 മാസം മുമ്പ് പൂർണ്ണമായിട്ടും പുകവലി നിർത്തിയിരുന്നു. പക്ഷെ അത് വീണ്ടും ഗന്ധർവൻ്റെ ഒരു സംഘർഷമായതുകൊണ്ടായിരിക്കാം വീണ്ടും വലിയിലേക്ക് പതുക്കെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പതുക്കെ അങ്ങ് വാർത്ത വെച്ചു. അവിടെ ഇരിക്കുന്ന റേഡിയോ 12:30 വാർത്ത, അതിലാണ് അത് ഉറച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പി പത്മരാജൻ അന്തരിച്ചു എന്ന് പറയുമ്പോൾ അത് അമ്മൂമ്മ കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മ അവനും പോയല്ലേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ അത് ഇങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലോ ഒന്നുമില്ല.